ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് സോർട്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്താണ് സോർട്ടിംഗ് എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള അരയിലുള്ള എലമെൻറ്റ്സ് പല രീതിയിലായിരിക്കും ഉണ്ടാവുക അല്ലേ. അതായത് ചിലപ്പോൾ ഗ്രേറ്റർ നമ്പർ ആയിരിക്കും ആദ്യം ഉണ്ടാവുക, സ്മോളർ നമ്പർ ലാസ്റ്റിൽ വരാം, അല്ലെങ്കിൽ മിഡിലിൽ വരാം. അപ്പോൾ പല രീതിയിൽ മിക്സപ്പ് ആയിട്ടായിരിക്കും നമ്മളെ എലമെൻറ്റ്സ് അരയിൽ ഉണ്ടാവാം. അപ്പോൾ ഈ എലമെൻറ്റ്സിനെ ഒരു പ്രത്യേക ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒക്കെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ സോർട്ടിംഗ് മീൻസ് അറേഞ്ചിങ് ദ എലമെൻറ്റ്സ് ഓഫ് ആൻ അറേ സോ ദാറ്റ് ദേ ആർ പ്ലേസ്ഡ് ഇൻ സം റിലവൻറ്റ് ഓർഡർ വിച്ച് മേ ബി ഐദർ അസെൻഡിങ് ഓർ ഡിസെൻഡിങ്. അതായത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മളെ കയ്യിലുള്ള എലമെൻറ്റ്സിനെ അരയിൽ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോർട്ടിംഗ് എന്ന് പറയാം. അപ്പോൾ അതിന് നോക്കുക. അപ്പോൾ എ എന്നുള്ള ഒരു അരേ നമ്മളെ കയ്യിലുണ്ട് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ അത് ഒരു അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ ആ അരയിലുള്ള എലമെൻറ്റ്സ് എങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എ ഓഫ് 0 ലെസ് ദാൻ ഈസ് ഗ്രേറ്റർ ദാൻ എ ഓഫ് 1 ഈസ് ഗ്രേറ്റർ ദാൻ എ ഓഫ് 2 എക്സെട്ര എ ഓഫ് n. അതായത് 0th പൊസിഷനിലുള്ള എലമെൻ്റ് ആയിരിക്കും ഏറ്റവും ചെറുത്. അപ്പോൾ അതിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും ഫസ്റ്റ് പൊസിഷൻ, അതിലും കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും സെക്കൻഡ് പൊസിഷനിൽ ഉണ്ടാവുക. അപ്പോൾ എ ഓഫ് 0 ലെസ് ദാൻ എ ഓഫ് 1 ലെസ് ദാൻ എ ഓഫ് 2. അപ്പോൾ ഏറ്റവും എൻഡിൽ എ ഓഫ് എന്നിലുള്ള വാല്യൂ ആയിരിക്കും, എലമെൻ്റ് ആയിരിക്കും ഏറ്റവും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു അരേ കൊടുത്തിട്ടുണ്ട്, എ എന്നുള്ള അരേ. ആ അരയിൽ നോക്കുക 21, 34, 11, 9, 1, 0, 22. അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം അത് പല രീതിയിൽ മിക്സപ്പ് ആയിട്ടാണ് എലമെൻറ്റ്സ് അരയിൽ നിൽക്കുന്നത്. അതിനെ നമ്മൾ സോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും വരിക? ആ അരയിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ്, അതായത് നമ്മൾ അസെൻഡിങ് ഓർഡറിലാണ് സോർട്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ചെറിയ എലമെൻറ്റ് ഏതാണ്? 0 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ് ഏതാണ്? 1, 9, 11, 21, 22, 34. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇനി അത് ഡിസെൻഡിങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ റിവേഴ്സ് 34, 22, 21, 11, 9, 1, 0 ഈ ഓർഡറിലായിരിക്കും വരിക. അപ്പോൾ ഇതിങ്ങനത്തെ പ്രോസസ്സിനെയാണ് നമ്മൾ സോർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സോർട്ടിംഗ് എന്ന് പറയാം. പിന്നെ എ സോർട്ടിംഗ് അൽഗോരിതം ഈസ് ഡിഫൈൻഡ് ആസ് എൻ അൽഗോരിതം ദാറ്റ് പുട്സ് ദ എലമെൻറ്റ്സ് ഓഫ് എ ലിസ്റ്റ് ഇൻ എ സെർട്ടൈൻ ഓർഡർ. അതായത് നമ്മൾ അരയിലുള്ള എലമെൻറ്റ്സിനെ ഒരു പ്രത്യേക ഓർഡറിൽ മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോർട്ടിംഗ് എന്ന് പറയുക. അത് ന്യൂമറിക്കൽ ഓർഡറിലാവാം, ലെക്സിക്കോഗ്രാഫിക്കൽ ഓർഡറിലാവാം, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ഓർഡറിലായിരിക്കും. അപ്പോൾ ഒരു efficient sorting algorithms are widely used to optimize the use of other algorithms like search and merge algorithms which require sorted list to work correctly. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബൈനറി സെർച്ചിലൊക്കെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ലീനിയർ സെർച്ചിങ്, ബൈനറി സെർച്ചിങ്. സോർട്ടഡ് അല്ല എങ്കിൽ നമുക്ക് ലീനിയർ സെർച്ച് യൂസ് ചെയ്യാം, സോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ബൈനറി സെർച്ച് യൂസ് ചെയ്യാം. ബൈനറി സെർച്ചിങ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ആ എലമെൻറ്റിനെ സെർച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതാണ്, ചില അൽഗോരിതം എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? സോർട്ടഡ് ആയിരിക്കണം അരേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോർട്ടിംഗ് ടെക്നിക്കുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മെർജ് സോർട്ട്, അതേപോലെ മെർജ് ടെക്നിക്ക്, അതേപോലെ സെർച്ചിങ്, ഇതിലൊക്കെ എന്ത് വേണം? കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് ആൽഗോരിതംസ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അരേ സോർട്ടഡ് ആവുകയാണ് ബെറ്റർ. അപ്പോൾ 2 ടൈപ്പ് നമുക്ക് സോർട്ടിങ്ങിൽ പറയാം, ഇൻറ്റേർണൽ സോർട്ടിങ്ങും എക്സ്റ്റേർണൽ സോർട്ടിങ്ങും. ഇൻറ്റേർണൽ സോർട്ടിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റേനെ സോർട്ട് ചെയ്യുന്ന അതുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻറ്റേർണൽ സോർട്ടിങ്. എക്സ്റ്റേർണൽ സോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫയൽസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റയിലുള്ള സോർട്ടിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ എക്സ്റ്റേർണൽ സോർട്ടിംഗ് എന്ന് പറയാം. എക്സ്റ്റേർണൽ സോർട്ടിംഗ് ഈസ് അപ്ലൈഡ് വെൻ ദർ ഈസ് വളമിനസ് ഡാറ്റ ദാറ്റ് കനോട്ട് ബി സ്റ്റോർഡ് ഇൻ ദ മെമ്മറി. ഇപ്പോൾ നമ്മളെ അതായത് ഒരുപാട് ബൾക്ക് ഓഫ് ഡാറ്റ ഉണ്ട്, നമുക്കത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് വേറെ എക്സ്റ്റേർണൽ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും ഡാറ്റ സ്റ്റോർ ചെയ്യാനൊക്കെ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ സോർട്ടിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് ഏതാണ്? എക്സ്റ്റേർണൽ സോർട്ടിംഗ് ആണ്. അതേ സ്ഥാനത്ത് നമ്മളുടെ കമ്പ്യൂട്ടർ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത ഡാറ്റനെയാണ് സോർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ ചെയ്യുന്നത് എന്താണ്? ഇൻറ്റേർണൽ സോർട്ടിംഗ് ആണ്. അടുത്തത്, സോർട്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് സോർട്ട് കീ എന്ന് പറയുന്നത്. ഡാറ്റ റെക്കോർഡ്സ് ക്യാൻ ബി സോർട്ടഡ് ബേസ്ഡ് ഓൺ എ പ്രോപ്പർട്ടി സച്ച് എ കമ്പോണൻ്റ് ഓർ പ്രോപ്പർട്ടി ഈസ് കാൾഡ് എ സോർട്ട് കീ. അപ്പോൾ നമ്മൾ സോർട്ടിങ്ങിൽ നമ്മൾ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ റെക്കോർഡ്സിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സോർട്ട് കീ എന്ന് പറയുന്നത്. അപ്പോൾ സോർട്ട് കീ എന്ന് പറയുന്നത്
ഓർ മോർ സോർട്ട് കീസ് ഉണ്ടാവാം. ഫസ്റ്റ് അപ്പോൾ 2ൽ കൂടുതൽ സോർട്ട് കീസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കീനെ നമ്മൾ പ്രൈമറി സോർട്ട് കീ എന്ന് പറയും. രണ്ടാമത് യൂസ് ചെയ്യുന്നതിനെ നമ്മൾ സെക്കൻഡറി സോർട്ട് കീ എന്ന് പറയും. അതായത് മെയിനായിട്ട് ഇപ്പോൾ ചില സെർച്ചിങ്ങിലൊക്കെ അല്ലെങ്കിൽ ചില സോർട്ടിങ് ടെക്നിക്കുകളിലൊക്കെ നമ്മളൊരു വാല്യൂനെ എടുക്കും. ആ വാല്യൂവിൻ്റെ ലെസ്സർ ആണെങ്കിൽ ഈ അതിൻ്റെ ലെഫ്റ്റ് സൈഡ്, വാല്യൂവിൻ്റെ ഗ്രേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇനി സോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളങ്ങനെ പറയും ഇനി ഓരോ സോർട്ടിങ് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന കീ വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ അതിനെ ജസ്റ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സോർട്ട് കീ എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നമ്മൾ സോർട്ടിങ് അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ പറയുന്നതാണ് നമ്പർ ഓഫ് സോർട്ട് കീ കമ്പാരിസൺസ് ദാറ്റ് വിൽ ബി പെർഫോംഡ്. എത്ര പ്രാവശ്യം നമ്മൾ കമ്പാരിസൺ നടത്തി, അതായത് ഇപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് രണ്ടാമത്തെ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും, അങ്ങനെ അത് രണ്ടാമത്തെ എലമെൻറ്റ് മൂന്നാമത്തെ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ സോർട്ട് ചെയ്യുകയാണല്ലോ, അതിനൊരു ഓർഡറിലേക്ക് മാറ്റുകയാണല്ലോ അരയിലുള്ള എലമെൻസിനെ. അപ്പോൾ എത്ര കമ്പാരിസൺസ് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ. അതേപോലെ നമ്പർ ഓഫ് ടൈംസ് ദ റെക്കോർഡ്സ് ഇൻ ദ ലിസ്റ്റ് വിൽ ബി മൂവ്ഡ്. ഇപ്പോൾ ഫസ്റ്റ് നിൽക്കുന്ന എലമെൻറ്റ് ശരിക്കും ആ ഒരു സെറ്റ് ഓഫ് എലമെൻസിലെ വലിയ എലമെൻ്റാണ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 94, പക്ഷേ ആ അരയിൽ ബാക്കിയുള്ള എലമെൻസിൽ 1, 2, 3 ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ 94 എന്നുള്ള എലമെൻറ്റ് ഏറ്റവും ലാസ്റ്റാണ് പോകേണ്ടത് അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ. അപ്പോൾ അസെൻഡിങ് ഓർഡറിലേക്കാണ് നമ്മൾ മാറ്റുന്നത് എങ്കിൽ 94നെ നമ്മളങ്ങനെ മൂവ് ചെയ്ത് ആ അരേൻ്റെ ലാസ്റ്റിലേക്ക് എത്തിക്കണ്ടേ. അതാണ് അവിടെ പറഞ്ഞത്. അതായത് എത്ര ടൈം നമ്മൾ ആ ഒരു എലമെൻറ്റിന് മൂവ് ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എത്ര കമ്പാരിസൺ നടത്തി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും, എത്ര പ്രാവശ്യം നമ്മൾ മൂവ് ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഏത് അൽഗോരിതം ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബെസ്റ്റ് കേസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും, വേഴ്സ്റ്റ് കേസ് ഏതാണെന്ന്, ആവറേജ് കേസ് മനസ്സിലാക്കാൻ പറ്റും, സ്റ്റെബിലിറ്റി ഓഫ് ദ സോർട്ടിങ് അൽഗോരിതം, അതായത് എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഓരോ അൽഗോരിതം വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ നമ്മളടുത്ത് സോർട്ടഡ് അല്ലാത്ത ഒരു അരയാണെന്നുണ്ടെങ്കിൽ അവിടെ ലീനിയർ സെർച്ച്, അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി അവിടെ ആ സോർട്ടിങ് എന്നുള്ളതിലാണ് നമുക്ക് മനസ്സിലായി. അത് സോർട്ടഡ് ആണ് എങ്കിൽ അവിടെ ബൈനറി സെർച്ച്, അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ഒരു അരയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റി നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ അൽഗോരിതം വെച്ചിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മെയിനായിട്ട് ഒരു 4 തരം സോർട്ടിംഗ് ആണ് മെയിനായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഒന്ന് ബബിൾ സോർട്ടാണ്. ബബിൾ സോർട്ട് പറഞ്ഞാൽ അതായത് ഒരു ഫസ്റ്റ് എലമെൻറ്റിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും, ഏതാണ് ഗ്രേറ്റർ ഏതാണ് സ്മോളർ, അത് വെച്ചിട്ട് എന്ത് ചെയ്യും, സ്വാപ്പ് ചെയ്യും. സ്മോളറാണ്, അതായത് അവിടെയൊക്കെ നമ്മൾ എടുത്ത് പറയണം അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ. നമ്മൾ അസെൻഡിങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ചെറിയ വാല്യൂ ആദ്യം വരണം, ഗ്രേറ്റർ വാല്യൂ രണ്ടാമത് വരണം. ഇനി അത് ഡിസെൻഡിങ് ഓർഡറിലാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ വാല്യൂ ആദ്യം വരണം, ചെറിയ വാല്യൂ രണ്ടാമത് വരണം. അപ്പോൾ കോൺസിക്യൂട്ടീവായിട്ട് അഡ്ജസൻറ്റ് പെയേഴ്സ് നമ്മൾ കമ്പയർ ചെയ്ത് സ്വാപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ബബിൾ സോർട്ടാണ്. ഇൻസേർഷൻ സോർട്ട് എന്ന് പറഞ്ഞാൽ വർക്ക്സ് ബൈ മൂവിങ് ദ കറൻറ്റ് ഡാറ്റ എലമെൻറ്റ് പാസ്റ്റ് ദ ഓൾറെഡി സോർട്ടഡ് വാല്യൂസ് ആൻഡ് റിപ്പീറ്റഡ്ലി ഇൻ്റർചേഞ്ചിങ് ഇറ്റ് വിത്ത് ദ പ്രിസീഡിങ് വാല്യൂ അൺടിൽ ഇറ്റ് ഈസ് ദി കറക്റ്റ് പ്ലേസ്. അതായത് ഒരു എലമെൻ്റ് ഉണ്ട്, ആ എലമെൻറ്റിനെ നമ്മൾ എടുത്തു, അത് തൊട്ടപ്പുറത്തെ എലമെൻറ്റുമായിട്ട് നോക്കി, അപ്പോൾ ചേഞ്ച് ചെയ്യണം കണ്ടു ചേഞ്ച് ചെയ്തു. പിന്നെ അടുത്ത എലമെൻറ്റുമായിട്ട് നോക്കി ചേഞ്ച് ചെയ്തു, അടുത്ത എലമെൻറ്റുമായിട്ട് നോക്കി ചേഞ്ച് ചെയ്തു, വീണ്ടും നോക്കിയപ്പോൾ ചിലപ്പോൾ അത് എത്തേണ്ട പൊസിഷനിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതായത് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ ആ എലമെൻറ്റ് എത്തോളം അതിനെ കമ്പയർ ചെയ്ത് മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ ഇൻസേർഷൻ സോർട്ട് എന്ന് പറയും. ഇനി സെലക്ഷൻ സോർട്ട് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, സ്മോളസ്റ്റ് വാല്യൂവിനെ അരയിൽ ആദ്യത്തെ സ്മോളസ്റ്റ് വാല്യൂ ഏതാണ് നോക്കും, അരയെ മൊത്തം നോക്കിയിട്ട് സ്മോളസ്റ്റ് വാല്യൂ നോക്കും, അതിനെ അവിടെ കൊണ്ടുവെക്കും, ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവെക്കും. അതേപോലെ രണ്ടാമത്തെ സ്മോളസ്റ്റ് വാല്യൂ ഏതാ നോക്കും, അതിനെവിടെ കൊണ്ടുവെക്കും, രണ്ടാമത്തെ പൊസിഷനിൽ കൊണ്ടുവെക്കും. അങ്ങനെ നമ്മൾ സോർട്ട് ചെയ്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ സെലക്ഷൻ സോർട്ട് എന്ന് പറയും. പിന്നെ ക്വിക്ക് സോർട്ട് എന്ന് പറഞ്ഞാൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. ഡിവൈഡ് ആൻഡ് കോൺകർ എന്നുള്ള സ്ട്രാറ്റജിയാണ് ക്വിക്ക് സോർട്ടിൽ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബൈനറി സെർച്ചിൽ മിഡിൽ വാല്യൂ ഒക്കെ കണ്ടെത്തിയില്ലേ, അതേപോലെ നമ്മളിവിടെ ഒരു വാല്യൂ എടുക്കും, ഒരു എലമെൻ്റ് എടുക്കും, പൈവറ്റ് എലമെൻ്റ് എന്നാണ് അതിന് പറയുക. ആ വാല്യൂവിനെ നമ്മൾ എടുക്കുന്ന വാല്യൂവിനെ നമ്മൾ പൈവറ്റ് എലമെൻറ്റ് പറയും. ഈ പൈവറ്റ് എലമെൻറ്റിനെക്കാട്ടിലും ലെസ്സർ ഉള്ള എലമെൻസിനെയൊക്കെ നമ്മൾ ഈ പൈവറ്റ് വാല്യൂവിൻ്റെ മുന്നേ കൊണ്ടുവെക്കും, പൈവറ്റ് വാല്യൂവിൻ്റെ ഗ്രേറ്റർ ആയിട്ടുള്ള വാല്യൂസിനൊക്കെ പൈവറ്റ് വാല്യൂവിന് ശേഷം കൊണ്ടുവെക്കും. അതായത് ഒരു മിഡിൽ എലമെൻറ്റ് നമ്മൾ ബൈനറി സെർച്ചിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മിഡിൽ എലമെൻറ്റ് എടുക്കും, അതിന്ന് ഗ്രേറ്റർ ആയിട്ട് ഉള്ള വാല്യൂ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ പൈവറ്റ് വാല്യൂ കഴിഞ്ഞിട്ടുള്ള പൊസിഷനിലും, ലെസ്സർ ആയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പൈവറ്റ് വാല്യൂവിൻ്റെ ബിഫോർ പൊസിഷനിലും കൊണ്ടുവെക്കും. അപ്പോൾ ഇങ്ങനെ 4 തരമാണ് മെയിനായിട്ട് നമുക്ക് സോർട്ടിങ്ങിൽ പഠിക്കാനുള്ളത്. ഇതിന് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുള്ള അൽഗോരിതം
മറ്റു കാര്യങ്ങളും നമ്മൾ നെക്സ്റ്റ് ക്ലാസ് മുതൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.